ഒരു ഷൈനിങ് എഫക്റ്റ് നിങ്ങളുടെ കാറിനോ ലോഗോനോ അല്ലെങ്കിൽ എന്തൊരു സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഈ ഒരു ഷൈനിങ് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു തിളക്കം വരുന്ന ആ ഒരു എഫക്റ്റ്, ആ ഒരു ഷൈനിങ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ CapCut ആണ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം പറഞ്ഞാൽ ലാഗ് അടിക്കുന്നില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഈ ഒരു വീഡിയോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള കാറാണ് എനിക്ക് തിളക്കിയെടുക്കേണ്ടത്. സോ ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നീക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 വീഡിയോ ആയിട്ട് വരും. എന്നിട്ട് ഇതിൽ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻസിൽ കുറച്ചും കൂടി പോയാൽ ഇവിടെ ഓവർലേ എന്നുണ്ട് കാണും, അത് ഞെക്കുക. അപ്പോൾ മറ്റേ വീഡിയോൻ്റെ താഴെയായിട്ട് ഓവർലേ ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓവർലൈനെ സെലക്ട് ചെയ്തിട്ട് തന്നെ റിമൂവ് BG എന്ന് പറഞ്ഞിട്ട് കാണും, അത് സെലക്ട് ചെയ്യാം. അതിൽ കസ്റ്റം റിമൂവൽ എന്ന് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് റിമൂവലൊക്കെ ഉണ്ടാകും, പക്ഷേ അത് നോക്കണ്ട. നമ്മൾ കസ്റ്റം റിമൂവൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ഫുള്ളാക്കി കൊടുത്തിട്ട് ഇത് മൊത്തം, അതായത് ഈ വീഡിയോ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ചിലപ്പോൾ ഇത് ചുവന്ന കളർ ആവില്ല. സോ അത് നിങ്ങൾ വീണ്ടും വരച്ച് സെറ്റാക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ബഗ് ഉണ്ടാവും ഈ ചുവപ്പ് കളർ ആവാത്ത രീതിയിൽ. സോ അത് നിങ്ങൾ വീണ്ടും വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചുവപ്പായിട്ട് വരും. എന്നിട്ട് ഇതുണ്ടില്ല, ഇതിപ്പോൾ ടിക്ക് വന്നില്ല, കട്ടൗട്ട് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇറേസ് സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ഒന്നങ്ങ് സൈസ് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഭാഗം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോന് വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് വരച്ചത്. സോ നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക. ഒരു ടിക്ക് കൊടുക്കുക. എന്നിട്ട് കട്ടൗട്ട് അപ്ലൈഡ് ആണെന്ന് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ആഡ് ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലൈബ്രറിനകത്ത് നിന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 6 സെക്കൻഡിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നിങ്ങൾ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാറിൻ്റെ കണക്കായിട്ട് കുറച്ചൊന്ന് സൂം ചെയ്യുന്ന രീതിയിൽ, കാറ് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് സ്പ്ലൈസ് എന്ന് കാണാം, അത് നിങ്ങൾ ഓവർലേ ആക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലെയർ കാണും, ലെയർ 1 ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാറ് മാത്രം സെലക്റ്റായി വരുന്നതാണ്. എന്നിട്ട് മാസ്ക് സെലക്ട് ചെയ്യുക, മിറർ എന്ന് പറഞ്ഞിട്ടുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കറക്റ്റ് നിങ്ങളെ കൈ കൊണ്ട് ഇങ്ങനെ താഴ്ത്തി കുറച്ച് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ആരോ കുറച്ചൊന്ന് താഴോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഒരു ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് സ്മൂത്ത് ആവുന്നതാണ്. ഓക്കെ, ഇതുണ്ടല്ലോ ഇങ്ങനെ സ്മൂത്ത് ആവും, ഇത് കട്ടി കൂടും. സോ ഈ എഡ്ജ് ഒന്ന് സ്മൂത്ത് ആവുന്ന രീതിയിലാക്കിയിട്ട് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് നിന്ന് ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. ഇതാണ് കീ ഫ്രെയിം, ഈ ഒരു പ്ലസ് ഐക്കൺ. അത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചുവന്ന കളറിലൊക്കെ കാണും. എന്നിട്ട് ഒരു തിളക്കം എത്ര സമയം വരെ വേണമെന്ന് വെച്ചൊന്ന് പ്ലേ ചെയ്തു. ഓക്കെ, ഇവിടുത്തെ വരെയാണ് വേണ്ടത്. സോ അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് വെക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. സോ നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് സേവ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ട്രെൻഡിങ് എഡിറ്റിംഗ് റീൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അതിനകത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുള്ള വീഡിയോസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.